ബെഡ്റൂമിൽ വെച്ചാലും ഒരു സൗണ്ട് ഉണ്ടായില്ല, ഒരു ശബ്ദമില്ല, അത്രയും നല്ല പ്രൊഡക്റ്റാണ്. ഇതിപ്പോ പ്രവർത്തിച്ചോണ്ടിരിക്കുക, ഒരു ശബ്ദമില്ല. 2500 രൂപ ഉണ്ടെങ്കിൽ ഒരു 7000-7500 രൂപ നമുക്ക് മാസം നമുക്ക് ഉണ്ടാക്കാം, 20 ദിവസം കൊണ്ട് ഉണ്ടാക്കാം. ഒരു മുട്ടയ്ക്ക് 30 രൂപ 35 രൂപ ഇറക്കി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. കഴിഞ്ഞ ആഴ്ച മേടിച്ചു പുള്ളിക്കോഴ മുട്ടയ്ക്കൊക്കെ വിലയുണ്ട്. നമ്മൾ ലക്ഷങ്ങളൊന്നും പറയില്ല, 7000-7500. എങ്ങനെ? അപ്പൊ ഇത് നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ? ഇതങ്ങനെ എനിക്ക് കൊടുക്കും, ഇത് വേറെ പണിയൊന്നുമില്ല. 2500 രൂപയ്ക്ക് 200 മുട്ട കൊടുക്കുന്നത് ഞാൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. തമിഴ്നാട്ടിലില്ല, തമിഴ്നാട്ടിൽ ആൾക്കാർക്ക് ഓർഡർ ഉണ്ട്. ചെറിയൊരു പെട്ടിവണ്ടി ഓടിച്ചുകൊണ്ടുവന്ന ആളാണ് ഞാൻ. ശരി, വണ്ടി ഓടിച്ചുകൊണ്ടുവന്ന ആളാണ്. എന്നെ ഈ നിലയ്ക്ക് എത്തി നമ്മൾ കോഴി കർഷകരാണ്. ഇന്ന് കേരളത്തിൽ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സന്തോഷം, നിങ്ങളുടെ അനുഭവത്തിൽ തൊഴിലില്ലായ്മ ഉണ്ടോ? എന്റെ അനുഭവത്തിലില്ല. ഞാൻ 6 വർഷമായി ഈ സംഭവം ഞാൻ നടക്കാൻ ഇൻക്യുബേറ്ററിന്റെ ഒരു 6 വർഷമായിട്ട് ഈ പരിപാടി സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവം? ഇൻക്യുബേറ്റർ 2500 രൂപ ഉണ്ടെങ്കിൽ ഒരു 7000-7500 രൂപ നമുക്ക് മാസം നമുക്ക് ഉണ്ടാക്കാം, 20 ദിവസം കൊണ്ട് ഉണ്ടാക്കാം. 2500 രൂപ മുടക്കി കഴിഞ്ഞാൽ 21 ദിവസം കൊണ്ട് 7000-7500 7,000 രൂപ ലാഭം. നമ്മൾ ലക്ഷങ്ങളൊന്നും പറയില്ല, 7000-7500. എങ്ങനെ കിട്ടും ഈ ഇൻക്യുബേറ്റർ കൊണ്ട് 7,000 രൂപ 21 ദിവസം കൊണ്ട് എങ്ങനെ ലാഭം കിട്ടും? 200 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്ററാണ്. 200 മുട്ട 200 മുട്ട വയ്ക്കാം. ഈ ഒരു ഇൻക്യുബേറ്ററിനകത്ത് 200 മുട്ട വയ്ക്കാൻ പറ്റും. 200 മുട്ട വയ്ക്കാം. വീട്ടമ്മമാർ ഇതും കൂടെ നല്ലതുപോലെ ജീവിച്ചു പോകുന്ന വീഡിയോസ് എന്റെ ഉണ്ട്. നല്ലതുപോലെ ജീവിക്കുന്നുണ്ട്. ഈ 200 മുട്ട 200 കോഴിമുട്ടയാണോ 21 ദിവസം കൊണ്ട് വിരിയുന്നത്? 21 ദിവസം കൊണ്ട് 200 മുട്ട വിരിയും. 21 ദിവസം കൊണ്ട് 200 മുട്ട വെച്ച് കഴിഞ്ഞാൽ ഒരു വേണ്ട, 20 മുട്ട പോയാൽ 150 മുട്ട നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. അതെ. എത്ര രൂപയ്ക്കൊക്കെ വിൽക്കാൻ പറ്റും? ഒരു 7000-7500 രൂപയ്ക്കൊക്കെ നമുക്ക് സുഖമായിട്ട് ഒരു മാസം 21 ദിവസം ഉണ്ടാക്കാം, നമുക്ക് വിൽക്കാൻ പറ്റും. നാടൻ കോഴി കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു 50 മേളിലോട്ടാണ് ഇതിന്റെ ഒരു മോഹവിലയുണ്ട്. പെര സ്റ്റോക്കിന്റെ ഇതുപോലേക്കും. അതെ അതെ, നല്ല പുള്ളിക്കോഴി മോഹവിലയാണ്. ഒരു മുട്ടയ്ക്ക് 30 രൂപ 35 രൂപ ഇറക്കി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. കഴിഞ്ഞ ആഴ്ച മേടിച്ചു പുള്ളിക്കോഴ മുട്ടയ്ക്കൊക്കെ വിലയുണ്ട്, നല്ല വിലയുണ്ട്. അങ്ങനെയുള്ള മുട്ട വെച്ച് വിരിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം മാന്യമായ വില. ഏറ്റവും കുറഞ്ഞ ഒരു തുകയാണ് 7,500 7,500 ചെറുതായിട്ട് ഇതിൽ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ടില്ല. ഒരു ജീവിതം നല്ലതുപോലെ മക്കളെ. നമ്മുടെ ഇവിടെ മുട്ട വിരിക്കാൻ വെച്ചിട്ടുണ്ടോ? കാണിക്കുക. വിരിക്കാൻ ചെറിയ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ടുണ്ട്. ശരി ശരി, ചെറിയ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ടുണ്ട്. ഇത് എത്ര മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ? 100 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്ററാണ്. 100 മുട്ട. ഇത് ലൈറ്റ് ഓഫ് ആയി ഓട്ടോമാറ്റിക് ഓഫ് ആവും. ഓട്ടോമാറ്റിക് ഓഫ് ആവും. ഓട്ടോമാറ്റിക് ചൂട് ഓട്ടോമാറ്റിക് ഓൺ ആവും. ശരി ശരി ശരി. ഇതിപ്പോ എത്ര മുട്ട വെച്ചിട്ടുണ്ട്? ഇതിൽ 35 മുട്ടയുള്ളൂ. 35 മുട്ട. ഇത് 100 വരെ വെക്കാം. 100. ഇത് നാടൻ മുട്ടയാട്ടോ. അത് നല്ല വലിയുള്ള ക്വാളിറ്റിയുള്ള മുട്ട. പാലക്കാട്ടിലെ ചെറിയ മുട്ട, നാടൻ മുട്ട. ശരി ശരി ശരി. അടിപൊളി നാടൻ കോഴി മുട്ടയുള്ളൂ. ഓക്കെ, ഇതിലിപ്പോ 100 മുട്ട വരെ വെക്കാൻ പറ്റും. ഈ മുട്ടയ്ക്കുണ്ടല്ലോ, ഈ മുട്ടയ്ക്കൊക്കെ നല്ല പുള്ളിക്കോഴി ഇതൊക്കെ ഉള്ള കുട്ടിയാണ്. ഞാനത് വെക്കാറില്ല, പക്ഷെ അവര് കോഴി കണ്ടിട്ട് എനിക്ക് ഇഷ്ടം തോന്നിട്ട് വെച്ചാൽ മതി. ശരി ശരി ശരി. അപ്പൊ ഇത് നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ? ഇതങ്ങനെ എനിക്ക് കൊടുക്കും, ഇത് വേറെ പണിയൊന്നുമില്ല. സിമ്പിൾ പണിയുള്ളൂ. ഇങ്ങനെ ഡെയിലി ഒന്ന് തിരിച്ച് എത്ര തവണ തിരിക്കണം നമ്മൾ? 2 നേരം 3 നേരം തിരിച്ചാനൊക്കെ കൊടുക്കും. 2 നേരം 3 നേരം 2 നേരം 3 നേരമായിട്ട് നമ്മൾ ഇങ്ങനെ അത്രേ ഉള്ളൂ. 5 വല്ലേക്ക് മെല്ലെ നോട്ടി കൊടുക്കും, അത്രേ ഉള്ളൂ. ശരി ശരി, അത്രയും ചെറിയ പരിപാടിയേ ഉള്ളൂ. ചെറിയൊരു പരിപാടി ഉള്ളൂ. നമ്മൾ എന്തായാലും എല്ലാ പണിക്ക് ചെറിയൊരു അധ്വാനം വേണം. അല്ല, ഞാൻ ചോദിച്ചു, ഇതിന്റെ റിസൾട്ട് നമുക്ക് എത്രത്തോളം പ്രതീക്ഷിക്കാം? റിസൾട്ട് നല്ല മുട്ടയാണെങ്കിൽ 95% നമുക്ക് റിസൾട്ട് കുറയ്ക്കും. നല്ല മുട്ടയാണെങ്കിൽ, മുട്ട നല്ലതാണെങ്കിൽ നമുക്ക്, മുട്ട മോശമാണെങ്കിൽ ഒന്നും ചെയ്യാം. അത് വളരെ സത്യം പറയാം. മുട്ട നല്ലതാണെങ്കിൽ, മുട്ട മോശമായിട്ട് നമുക്ക് ഡെലിവറി അല്ല, മുട്ട ബാഡായിട്ട് എനിക്ക് തന്നു കഴിഞ്ഞാൽ ഒന്നും പോലും വരില്ല. നല്ല മുട്ടയാണെങ്കിൽ 90-95% നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ എന്റെ വാട്സാപ്പിൽ മെസ്സേജ് എന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു കൊടുക്കും. ശരി ശരി ശരി. എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഇൻക്യുബേറ്റർ കിട്ടുന്ന എവിടെയാണെന്ന് തോന്നുന്നു. 2500 രൂപയ്ക്ക് 200 മുട്ട കൊടുക്കുന്നത് ഞാൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. തമിഴ്നാട്ടിലില്ല, തമിഴ്നാട്ടിലെ ആൾക്കാർക്ക് ഓർഡർ ഉണ്ട്. തമിഴ്നാട്, കർണാടകയിലൊക്കെ ഓർഡർ ഉണ്ട്. 500 രൂപയ്ക്ക് കേരളത്തിൽ 200 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ എവിടെയും കിട്ടില്ല. ഉറപ്പാണോ? അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കൊടുക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും ബൾക്കായിട്ട് സാധനങ്ങൾ എടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് കിട്ടുന്നത്. ശരി, ഈ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന നിങ്ങൾ ഇത്രയും ക്വാണ്ടിറ്റി ചെയ്യുന്നതുകൊണ്ടും എനിക്ക് അതുകൊണ്ട് ഇവിടെ തന്നെ ഒരു 10-300 പീസിനടുത്തുണ്ട്. അത് നിർത്തല്ല, വർക്ക് കണ്ടിന്യൂ പോയിക്കൊണ്ടേയിരിക്കും. ആൻഡമാൻ നിക്കോബാർ വരെ എന്റെ ഇൻക്യുബേറ്റർ എത്തിയിട്ടുണ്ട്. ഞാൻ ഫോട്ടോ അയച്ചാൽ ആൻഡമാൻ നിക്കോബാറിൽ വരെ നമ്മുടെ ഈ സാധനം എത്തിയിട്ട് ഇൻക്യുബേറ്റർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം കഴിച്ചാണ്. ഓ ശരി ശരി. കന്യാപുരം താലൂക്കിൽ നമ്മുടെ 100ഓളം കുടുംബക്കാർ നമ്മൾ ഈ ഇൻക്യുബേറ്റർ വെച്ച് ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. 100ഓളം കുടുംബങ്ങൾ. ശരിക്കും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാല് കുഴപ്പമില്ല, മര്യാദയ്ക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. ചേട്ടാ, വേറെ സംശയം, ഈ സാധനം ഇത് ഉണ്ടാക്കി വെച്ചാൽ എല്ലാം കൊറിയർ അയച്ചു കൊടുക്കും നിങ്ങൾ? എല്ലാവർക്കും കൊറിയർ അയച്ചു പോകുന്നുണ്ട്. കേരളത്തിലേക്ക് എല്ലായിടേക്കും നമ്മൾ ഫുള്ള് കൊറിയർ വീഴത്തില്ല, ടൗണിലേക്ക് എത്തിക്കും. അപ്പൊ ഞാൻ ചോട്ടെ, അപ്പൊ ഇത് കൊറിയർ ചാർജ് എക്സ്ട്രാ അല്ലേ? ഈ 2500 300 രൂപ കൊറിയർ ചാർജ്. 300 രൂപ വരുന്നുള്ളൂ. 2800 രൂപ മുടക്കി കഴിഞ്ഞാൽ 200 മുട്ട വയ്ക്കാൻ പറ്റുന്ന അതെ ഇതുപോലൊരു ഇൻക്യുബേറ്റർ. ഈ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഒക്കെ അല്ലേ? ലൈറ്റ് ഒക്കെ ഓട്ടോമാറ്റിക് ഓഫ് ആണോ? ഓട്ടോമാറ്റിക് ഓഫ് ആണ്. നമ്മൾ ആകെ ദിവസത്തിൽ ഒരു 2-3 തവണ പേപ്പർ ന്യൂസ് പേപ്പർ വിരിക്കുക, മുട്ട വയ്ക്കുക, 2 നേരം 3 നേരം തിരിച്ചു കൊടുക്കുക, വെള്ളം മാറ്റി 5 ദിവസം ആകുമ്പോൾ എത്ര മുട്ട വിരിക്കുക, എത്ര മുട്ട 5 ദിവസം 6 ദിവസം നമുക്കറിയാം. അതെങ്ങനെയാണ്?
ടെസ്റ്റ് ചെയ്ത് അറിയാം. ശരി, നോക്കിയാൽ മതിയല്ലേ? ഏകദേശം മുട്ട വിരിയുന്ന മുട്ട എത്ര മുട്ട വിരിയും നമുക്ക് 5 ദിവസം പറയാം. മുട്ടനെ കുറിച്ച് ക്വാളിറ്റി നമുക്ക് അപ്പറിയും. ശരി 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 ശരി, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതെല്ലാം ഇവിടെ തന്നെയാണ് ഈ പരിപാടി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ഥിരമായിട്ട് നമ്മള് റെഡിമെയ്ഡ് ബോക്സ് ഇതിനകത്ത് വാങ്ങിക്കഴിഞ്ഞാൽ അത്ര റിസൾട്ട് കിട്ടില്ല. അതെന്താണ്? അത് ഞാൻ ചോദിക്കാൻ വന്നത്, സാധാരണ ഈ റെഡിമെയ്ഡ് ബോക്സ് കിട്ടുന്ന സാഹചര്യത്തിലാണ് നിങ്ങളിങ്ങനെ 2 ആളിനെ വെച്ചിട്ട് ഈ എനിക്ക് പണി കുറവാണ്. റെഡിമെയ്ഡ് ബോക്സ് പണി കുറവാണ്. ഒട്ടിക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കാൽവശം പറഞ്ഞ സംഭവമുണ്ട്. ശരി, അത് എല്ലാ ഭാഗത്തും ചൂട് കൃത്യമായിരിക്കണം. അത് കിട്ടണമെങ്കിൽ നമ്മുടെ കടയിൽ തന്നെ ഒന്ന് പണിയണം. അവിടെ ഷീറ്റ് കട്ടിയ മെഷീനൊക്കെ നമ്മൾ പണിത് വെച്ചിട്ടുണ്ട്. ഷീറ്റ് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് പണിതാൽ മാത്രമേ വൃത്തിയാവുള്ളൂ. റെഡിമെയ്ഡ് ബോക്സ് വെച്ച് ഹൈറ്റ് കൂടുതലാണ്, ഹൈറ്റ് കട്ടാവില്ല, ചൂട് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കൊടുക്കുന്നുണ്ട് കർണാടക, തമിഴ്നാട് അങ്ങനത്തെ ബോക്സ് വരുന്നുണ്ടോ? ഉണ്ട്. അത് 120 മുട്ട വയ്ക്കുന്നതാണ്. 120 മുട്ട വയ്ക്കുന്നത്. അത് ലോങ്ങിലൊക്കെ കൊടുക്കും. നമ്മൾ പറയും ഇതിന്റെ ഗുണം കിട്ടില്ല. ഇതിന്റെ റിസൾട്ട് പറയുന്നത് കൊടുക്കുമ്പോൾ ഇതിന്റെ 99% കിട്ടുമെങ്കിലും അത് 80% കിട്ടുള്ളൂ. അത് 12 കൊടുക്കുള്ളൂ. അത് 12 കൊടുക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ നല്ല അടിപൊളി ഇൻക്യുബേറ്റർ, അതായത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് സന്തോഷേട്ടന് ഉറപ്പ് പറയുന്ന ഒരു കാര്യം, 2500 രൂപയ്ക്ക് 200 കോഴിമുട്ട വയ്ക്കാൻ പറ്റുന്ന ഇൻക്യുബേറ്റർ കേരളത്തിലോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലോ തന്നെ ആരും വിൽക്കുന്നില്ല. അത് ഞാൻ ഇത് ചെറിയൊരു പെട്ടിവണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഞാൻ ശരി, വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആളാണ്. എന്നെ ഈ നിലയ്ക്കെത്തി നമ്മൾ കോഴി കർഷകരാണ്. ശരി, ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അവർ തന്നെയാണ്. സെയിലുണ്ട്. ചെറിയ ലാഭം, വലിയ കച്ചവടം. നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്ര കാരപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതെ, പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്ര കാരപ്പറ്റ. ഓക്കെ. നേരിട്ട് വന്ന ഈ സ്ഥലം കണ്ടു മേടിക്കേണ്ടവർക്ക് നേരിട്ട് വരാം. ഇല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ നമ്പറിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്തോളൂ. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കും? 3 ദിവസം കൊണ്ട് കൊടുക്കാൻ പറ്റും. 3 ദിവസം കൊണ്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അത്ര സ്റ്റോക്ക് ഉണ്ട്. നിർത്തില്ല. ഡെയിലി ഇത് പണി നടന്നുകൊണ്ടിരിക്കും. നിർത്തില്ല. ഓക്കെ, ഇങ്ങനെ വർക്ക് ചെയ്തോണ്ട്